ജൂൺ 4 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ഫ്രാൻസിസ് കരാച്ചിയോളോ, വിശുദ്ധ മരിയ എലിസബത്ത് എസൽബ്ലാൻഡ്, വിശുദ്ധ അഡേഗ്രിൻ, വിശുദ്ധ അലക്സാണ്ടർ, വിശുദ്ധ ബാങ്ക, വിശുദ്ധ ബുറിയാന, വിശുദ്ധ കൊർണേലിയസ്, വിശുദ്ധ അരീഷ്യസ്, വിശുദ്ധ എൽസിയ. വിശുദ്ധ ഫ്രാൻസിസ് കരാച്ചിയോളോ 1564-1608 കാലഘട്ടത്തിലാണ് വിശുദ്ധ ഫ്രാൻസിസ് കരാച്ചിയോളോ ജീവിച്ചിരുന്നത്. ഇറ്റലിയിൽ അബ്രൂസിയയിൽ ഒരു കുലീന കുടുംബത്തിൽ ഫ്രാൻസിസ് കരാച്ചിയോളോ 1564 ഒക്ടോബർ 13 ഭൂജാതനായി. ജ്ഞാനസ്നാന നാമം അസ്കാനിയോ എന്നായിരുന്നു. ചെറുപ്പത്തിൽ അവന് കുഷ്ഠരോഗമുണ്ടായെന്നും ദൈവസേവനത്തിന് ജീവിതം നേർന്നപ്പോഴാണ് രോഗം മാറിയതെന്നും പറയപ്പെടുന്നു. വായനയിൽ മുഴുകാത്ത സമയമെല്ലാം പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയുടെ സന്ദർശനത്തിലും രോഗീ ശുശ്രൂഷയിലുമാണ് അസ്കാനിയോ ചെലവഴിച്ചത്. സന്ദർശകർ കുറവായിരുന്ന ദേവാലയമാണ് അസ്കാനിയോ സന്ദർശിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. 1587 അസ്കാനിയോ ഒരു സൈനികനായി കുറ്റവാളികളെ നന്മരണത്തിലേക്ക് ഒരുക്കാനുള്ള സഭയിൽ അംഗത്വം സ്വീകരിച്ചു. പിറ്റേ വർഷം തന്നെ മൈനർ ക്ലർക്ക് റെഗുലർ എന്ന ഒരു സന്യാസ സഭ സിക്സ്റ്റസ് അഞ്ചാമൻ മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ അദ്ദേഹം ആരംഭിച്ചു. നികൃഷ്ടമായ പ്രായച്ചിത്തങ്ങൾ പുതിയ സന്യാസ സഭയുടെ പ്രത്യേകതയായിരുന്നു. ഉപവാസം, ചമ്മട്ടിയടി, രോമച്ചട്ട, വിശുദ്ധ കുർബാനയുടെ ആരാധന മുതലായ പ്രായച്ചിത്ത പ്രവൃത്തികൾ ദിനം പ്രതി അംഗങ്ങൾ പാലിച്ചിരുന്നു. പതിവുള്ള 3 വ്രതങ്ങൾക്ക് പുറമെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കില്ലെന്ന 4മതൊരു വ്രതവും അവർ എടുത്തിരുന്നു. 1589 ഏപ്രിൽ 9 അസ്കാനിയോ ആഘോഷപൂർവ്വം വ്രതവാഗ്ദാനം ചെയ്തു. അന്നാണ് അദ്ദേഹം ഫ്രാൻസിസ് കരാച്ചിയോളോ എന്ന പേര് സ്വീകരിച്ചത്. ആദ്യത്തെ സുപ്പീരിയർ 1591 മരണമടഞ്ഞപ്പോൾ ഫാദർ ഫ്രാൻസിസ് സുപ്പീരിയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം മാതൃകയായിരുന്നു. കർത്താവിന്റെ പീഡാനുഭവത്തെപ്പറ്റി ദിവസം തോറും ദീർഘനേരം അദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരുന്നു. രാത്രിയിൽ ഏറെ നേരം വിശുദ്ധ കുർബാനയുടെ മുമ്പാകെ അദ്ദേഹം ചെലവഴിച്ചു. അപ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ മുഖത്തിന് പ്രത്യേക പ്രസന്നതയുണ്ടായിരുന്നു. അങ്ങയുടെ ഭവനത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങി. സങ്കീർത്തനം 69:10 എന്ന വാക്യം പലപ്പോഴും അദ്ദേഹം ഉരുവിട്ടിരുന്നു. പുതിയ സഭയുടെ പ്രഥമ ഭവനം നേപ്പിൾസിലായിരുന്നു. തുടർന്ന് സ്പെയിനിലും പല ഭവനങ്ങളുണ്ടായി. ഫാദർ ഫ്രാൻസിസിന്റെ തീഷ്ണത കണ്ടിട്ട് മാർപ്പാപ്പ അദ്ദേഹത്തെ ഒരു മെത്രാനാക്കാൻ പരിശ്രമിച്ചെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല. പ്രാർത്ഥനയും ആത്മരക്ഷാ ജോലികളുമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനിവേശം. അങ്ങനെ 44-ാം വയസ്സിൽ പനി ബാധിച്ച് 1608 ജൂൺ 4 ഫാദർ ഫ്രാൻസിസ് പരലോകപ്രാപ്തനായി. 1807 മെയ് 27 പിയൂസ് 7-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇന്നേ ദിവസം നമുക്ക് ഇങ്ങനെ വിചിന്തനം ചെയ്യാം: ഈശോ വിശുദ്ധ കുർബാനയിൽ സ്ഥിതി ചെയ്യുന്നത് മാലാഖമാരുടെ ആരാധനയെ പ്രതീക്ഷിച്ചല്ല, നമ്മുടെ ആരാധനയും സ്നേഹവുമാണ് അവിടത്തേക്ക് വേണ്ടത്. വിശുദ്ധനായ ഫ്രാൻസിസ് കരാച്ചിയോളോ പുണ്യവാനെ, ലോകത്തുള്ള എല്ലാ മിഷണറി പ്രവർത്തകർക്ക് വേണ്ടിയും പീഡനം അനുഭവിക്കുന്ന മാതാപിതാക്കന്മാർക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.